2025 കന്നി രാശിക്കാർക്ക് എന്തൊക്കെ നന്മകൾ ലഭിക്കുമെന്നാണ്. ആദ്യം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ഫലത്തെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഈ 2025 നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു, നിങ്ങൾ എന്ത് കാര്യത്തിലൊക്കെയാണ് തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് എന്ന ഒരു പൂർണ്ണമായ ഒരു വിവരണമാണ് ഞാനിവിടെ നൽകുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെയാണ് പറയേണ്ടത്. ഈ രാശി പ്രകാരമുള്ള ഫലപ്രവചനങ്ങളും അതുപോലെ തന്നെ ന്യൂമറോളജി പ്രകാരമുള്ള ഫലപ്രവചനങ്ങളും രണ്ടും രണ്ടാണ്. അപ്പോൾ രാശി ഒരു വിധത്തിൽ ചിന്തിച്ചാലും നിങ്ങളുടെ ജനിച്ച വർഷം മറ്റൊരു വിധത്തിൽ നിങ്ങൾക്ക് ഒരു ഫലത്തെ കാത്തുവച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ന്യൂമറോളജിയുടെ ഒരു വീഡിയോ സെക്ഷൻ കൂടി നിങ്ങൾ കാണേണ്ടതായിട്ട് ഉണ്ട്. കന്നി രാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര എന്നീ 3 നക്ഷത്രക്കാരും വളരെയേറെ ജാഗ്രത പുലർത്തേണ്ട ഒരു വർഷം തന്നെയാണ് ഈ ഒരു 2025. കാരണം പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ 2025 വന്നു ചേരുന്നത്. പ്രധാനമായും തൊഴിൽ ഇടങ്ങളിലാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതൽ. അതായത് ഒരു പ്രത്യേകമായ ഒരു കാര്യം പറയുവാനായിട്ട് പറ്റില്ല. കാരണം പല വിധത്തിലുള്ള ടോർച്ചറിങ്ങുകളും പ്രശ്നങ്ങളും തൊഴിൽപരമായ ഇടങ്ങളിൽ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഉയർന്ന പദവിയിലൊക്കെ ഇരിക്കുന്ന ചില ആൾക്കാർക്ക് അകാരണമായി ചില ഡീഗ്രേഡിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം ഒപ്പം ഉള്ളവരാൽ ചിലപ്പോൾ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതൽ തന്നെയാണ്. ഒരുപക്ഷെ നേരത്തേക്ക് തന്നെ അതിൻ്റെയൊക്കെ ഒരു കാരണങ്ങളും അവർ കണ്ടെത്തി വച്ചിട്ടുണ്ടാവാം നിങ്ങളിൽ നിന്നും. പക്ഷേ നിങ്ങളുടെ നല്ല മനസ്സിൻ്റെ ആ ഒരു പ്രഭാവത്തിനാൽ നിങ്ങളത് അറിഞ്ഞിട്ടില്ല എന്നായിരിക്കാം മനസ്സിലാക്കാൻ കഴിയുക. അത് തൊഴിൽ സ്ഥാപനങ്ങളാവാം, ഗവൺമെൻറ് സ്ഥാപനങ്ങളാവാം, അല്ലെങ്കിൽ പ്രൈവറ്റിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ഇടങ്ങളിലാവാം. അതിന് പ്രത്യേകമായ ഒരു കാര്യം ഇല്ല. എവിടെയാണെങ്കിലും ഒരു സാധാരണ ഒരു 800 രൂപയ്ക്ക് ദിനം ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആണെങ്കിൽ പോലും, അതായത് പുറമേ കൂലിപ്പണി ചെയ്യുന്ന ഇടത്തിലാണെങ്കിൽ പോലും മനസ്സറിയാത്ത കാര്യത്തിനൊക്കെയും നിങ്ങൾ തഴയപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഈ 2025 സൃഷ്ടിക്കുകയാണ്. കാരണം ഗ്രഹങ്ങളുടെ സ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നില്ല എന്നത്. കച്ചവടം സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെയും വളരെയേറെ ജാഗ്രത വേണം. കാരണം എന്തെങ്കിലും ഒരു സാധനങ്ങൾ നിങ്ങൾ വാങ്ങി വിൽക്കുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെയേറെ കരുതലോടുകൂടി ചിന്തിച്ച് വേണം നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് ഇടപെടാൻ. നിങ്ങൾ ചിലപ്പോൾ ഒരു 5000 രൂപ കൊടുത്ത് ഒരു സാധനം നിങ്ങൾ വാങ്ങിയിരിക്കാം. അത് മറിച്ച് വിൽക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ നിങ്ങൾക്കതിൽ ഒരു ലാഭം പ്രതീക്ഷിച്ചിട്ടായിരിക്കും നിങ്ങളത് വാങ്ങുക. എന്നാൽ നിങ്ങൾക്ക് ആ മുടക്കുന്ന കാശും തിരികെ കിട്ടാത്ത ഒരു സാഹചര്യമായിരിക്കും അവിടെ സൃഷ്ടിക്കുക. ഇതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ കടം വാങ്ങുന്ന ഒരു സാഹചര്യം വളരെ ഏറെ കൂടി നിൽക്കുമെന്നാണ് ഈ 2025 കാലഘട്ടങ്ങൾ മനസ്സിലാക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ട് ഉള്ളത്. വളരെയേറെ തന്നെ നിങ്ങൾ കരുതലോടുകൂടി സഞ്ചരിക്കണം. എന്ത് ഒരു വർക്ക് ചെയ്താലും ശരി, ഇപ്പോൾ ഒരു അപ്പോൾസ്ട്രി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആണെങ്കിൽ അവരുടെ ആ തുണിയൊക്കെ വെട്ടുമ്പോഴൊക്കെ വളരെയേറെ സൂക്ഷിച്ച് ചെയ്യണം. കാരണം ചിലപ്പോൾ വില കൂടിയ എന്തെങ്കിലും ഒരു തുണികളൊക്കെയാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ അവിടെയൊക്കെ നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. ഇത് ഒരു ഉദാഹരണമായിട്ട് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. എന്തൊരു കാര്യം ചെയ്താലും ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം നിങ്ങൾ മനസ്സറിയാതെ വരുന്ന പഴികളാണ് നിങ്ങൾ ഈ വർഷം കേൾക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ഒപ്പമുള്ളവർ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം 100% ഉണ്ടെന്ന് തന്നെയാണ്. പ്രത്യേകമായിട്ടും അത്തം നക്ഷത്രത്തിൽ പിറന്നവരും ചിത്തിര നക്ഷത്രത്തിൽ പിറന്നവരും വളരെ ജാഗ്രതയോടുകൂടി തന്നെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ നക്ഷത്രത്തിൻ്റെ ആ ഒരു സ്വഭാവ സവിശേഷതകൾ കൊണ്ട് വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതകൾ തന്നെയാണ് ഞാനീ പറയുന്നത്. വിദേശത്തൊക്കെ പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പണമൊന്നും മുൻകൂറായിട്ട് ഒന്നും നൽകരുത്. കാരണം വഞ്ചിക്കപ്പെടും, 100% വഞ്ചിക്കപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മുടക്കുന്ന പണം തിരിച്ചു കിട്ടില്ല. വിദേശത്ത് ആ വിസ ഒന്നും നിങ്ങൾക്ക് സ്റ്റാമ്പ് ചെയ്ത് വരില്ല. കാരണം അവിടെ അങ്ങനെ ഒരു സ്ഥാപനം തന്നെ ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് സത്യം. അതുകൊണ്ട് പണം മുടക്കുന്ന കാര്യത്തിലേക്ക് വളരെയേറെ അന്വേഷിച്ച് കണ്ട് മനസ്സിലാക്കി വേണം ചെയ്യുവാനായിട്ട്. നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം, പ്രശ്നമൊന്നുമില്ല. അവിടെ നിങ്ങളെ വിശ്വസിച്ച്
നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ആ വ്യക്തിയിലൂടെ മാത്രം നിങ്ങൾ സഞ്ചരിക്കുക. അല്ലാത്ത പക്ഷം പണമൊന്നും ഇറക്കി വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കണം. വിദേശത്ത് പല കമ്പനികളിലും നല്ല ജോലി ഓഫറൊക്കെ ഇതിലൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഈ 2 നക്ഷത്രക്കാർക്കും കന്നി രാശിയിലുള്ളവർക്ക് വളരെയേറെ നെഗറ്റീവായിരിക്കും ഉണ്ടാക്കുക. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമങ്ങൾ ഒന്നും തോന്നുവാൻ പാടുള്ളതല്ല. കാരണം നിങ്ങളെ സുഖിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ആ ഒരു മാനസിക സന്തോഷത്തിൻ്റെ നിലവാരത്തെ കൂട്ടി നിങ്ങളെ ഞാൻ പടുകുഴിയിലേക്ക് തള്ളിയിടുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഉള്ള സത്യങ്ങളൊക്കെ ഇത് ഉള്ളതുപോലെ തന്നെ പറയുന്ന. ഗ്രഹങ്ങളുടെ ചിന്താഗതി, പ്രവർത്തനങ്ങൾ, ദൃഷ്ടികൾ എല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമല്ല. അപ്പോൾ ഈ ഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പമുള്ളവരെക്കുറിച്ച് വേണം ചിന്തിക്കുവാനായിട്ട്. അവിടെ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഇദ്ദേഹം നമുക്ക് അനുകൂലമുള്ള വ്യക്തിയല്ല എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ കരുതലെടുക്കേണ്ടിയിരുന്നു എന്ന് തോന്നൽ വരും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലായിടത്തും ഒരു ശ്രദ്ധയും അതുപോലെ തന്നെ ബുദ്ധിയും വിവേകത്തോടും കൂടി ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുകയും അതുകൊണ്ട് വലിയ ആപത്തുകളിൽ ചെന്ന് ചാടാതിരിക്കുവാനും കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ വ്യക്തമായ ഇത് പറയുന്നത്. അതുകൊണ്ട് മാനസികമായ പ്രയാസങ്ങളൊന്നും ഉണ്ടാകരുത്. ആൺ പെൺ വ്യത്യാസമില്ല. ഏറിയ പങ്കും സ്ത്രീകളായിരിക്കും ഇവരുടെ ഈ കഷ്ടപ്പാടുകൾ കുടുംബത്തിനുള്ളിൽ അനുഭവിക്കേണ്ടി വരിക. അവർക്കൊക്കെയും തന്നെ ഒരു മുൻകരുതലാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് ദയവായി എന്നെ കുറ്റപ്പെടുത്താതിരിക്കുക. അതുപോലെ ഉന്നതമായ ഉദ്യോഗം ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ചില പരീക്ഷകളൊക്കെ എഴുതും. അവിടെയൊക്കെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഫലമായിരിക്കില്ല ഈ വർഷം പ്രദാനം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്താൽ പോലും അവിടെ ഒരു നെഗറ്റീവായ ഒരു മറുപടി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് മനസ്സ് തളർന്നു പോകരുത്. കാരണം നിങ്ങളുടെ ന്യൂമറോളജി പ്രകാരമുള്ള ആ ഒരു വർഷത്തിൻ്റെ സംഖ്യ കാൽക്കുലേഷൻ ചെയ്ത് 2025 കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ആ ഫലത്തെ കൂടി നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് മറ്റ് എവിടെ നിന്നെങ്കിലുമൊക്കെ പണം സംഘടിപ്പിച്ച് നൽകാം, അല്ലെങ്കിൽ ആ ജോലി ഞാൻ ശരിയാക്കി തരാം, കുറച്ച് കാശ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പലരും വാഗ്ദാനം ചെയ്യും. സത്യത്തിൽ ആ ഒരു വാഗ്ദാനങ്ങളിലൊന്നും പോയി ചാടി ഉള്ള പണമൊന്നും നഷ്ടപ്പെടുത്തരുത്. സ്വയം ചിന്തിച്ച് വേണം ഓരോ പ്രവർത്തനങ്ങളും എടുക്കുവാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ 2025 വരികയാണ് എന്നുള്ളത് തന്നെയും ഇത് രാശി സംബന്ധപ്പെട്ട ഒരു പ്രവചനം മാത്രമാണ്. ലഗ്നാൽ പലർക്കും ലഗ്നങ്ങളിൽ വ്യത്യാസമുണ്ടാകും. അതായത് ലഗ്നം മേടം മുതൽ മീനം വരെ പല ലഗ്നങ്ങളിലും മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ചില ലഗ്നങ്ങളിൽ ഇപ്പോൾ മേടം ലഗ്നമായിട്ട് പിറന്ന ആളിന് ഒരുപക്ഷെ അതൊരു നല്ല ഫലത്തെ ലഭിച്ചില്ലെങ്കിലും ചിലപ്പോൾ ഇടവം ലഗ്നമായിട്ട് പിറന്ന ആളിന് അത് ഒരു നല്ല ഫലത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യാം. അപ്പോൾ രാശിപ്രകാരമുള്ള ഫലപ്രവചനം തുല്യമാണ്. ചന്ദ്രരാശി പ്രകാരമുള്ള ഫലപ്രവചനം കറക്റ്റായിരിക്കും. എന്നാൽ ലഗ്നം സംബന്ധിച്ച് നോക്കുമ്പോൾ പലരും ചാനലിൽ കയറി കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ പോടോ എഴുന്നേറ്റ് പോടോ എന്നൊക്കെ പറയും. കാരണം ലഗ്നാലുള്ള വ്യത്യാസം ചിലർക്ക് അനുകൂല ഫലത്തെ പ്രദാനം ചെയ്യും, രാശിയാലുള്ള ഫലം കൃത്യമായിരിക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ ഒരാളുടെ ലഗ്നത്തെക്കുറിച്ച് പരിശോധിക്കണമെങ്കിൽ അയാളുടെ സ്വയജാതകം തന്നെയാണ് പരിശോധിക്കേണ്ടത്. രാശിയെ സംബന്ധിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ആ രാശിക്ക് എല്ലാ ഇടങ്ങളിലും ഒരുപോലെ തന്നെയാണ് പ്രവർത്തനവും ചിന്താഗതികളും വരുന്നത്. കൃത്യമായിട്ടും അത് പറയുവാനും പ്രവചിക്കുവാനും എല്ലാ ജ്യോതിഷികൾക്കും അറിയും. അത് തന്നെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലഗ്നത്തിൽ വരുന്ന വ്യത്യാസം അവരവരുടെ ജാതകപ്രകാരമുള്ള വ്യത്യാസങ്ങളൊക്കെയും ചിലർക്കെങ്കിലും ഗുണമുണ്ടാകും. മറ്റു 100%-ൽ 90% പേർക്കും അത് ഫലവത്തല്ലാതെ പോവുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഈ 10%-ലുള്ളവരായിരിക്കും ചിലപ്പോൾ അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, എനിക്കങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ ഇവിടെയാണ് ചിന്തിക്കേണ്ടത്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ? എനിക്ക് മാത്രം എന്നല്ല, എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. 27 നക്ഷത്രക്കാർക്കും ഇതേപോലെ തന്നെയാണ്. എന്നിരുന്നാലും ചിലർക്ക് ലഗ്നാലുണ്ടാകുന്ന മാറ്റം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. മറ്റുള്ളവർക്ക് അവരവരുടെ നിലവിലുള്ള ജാതകവശാൽ എന്ത് ദശ നടക്കുന്നുവോ അതിനനുസരിച്ചുള്ള ഫലമായിരിക്കും പ്രദാനം ചെയ്യുക. അതുകൊണ്ട് ഈ കന്നി രാശിക്കാർ ഇപ്പോൾ നിലവിൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചാൽ യാതൊരുവിധ ഫലവും ലഭിക്കുന്ന ഒരു സാഹചര്യം ഇല്ല. പകരം ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുക. കാരണം അദ്ദേഹം മാത്രമാണ് നിങ്ങൾക്ക് ഒരു വിജയത്തിൻ്റെ വഴിയിലേക്ക് നൽകുവാനായിട്ട്, ഒരു നല്ല മാർഗത്തെ കാട്ടുവാനായിട്ട് ഇപ്പോൾ ഉള്ളത്. അവരവരുടെ മതവിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ആരെ വേണമെങ്കിലും. ഇതിപ്പോൾ ഹിന്ദുവിൻ്റെ ആ ഒരു ഇതനുസരിച്ച് മാത്രമുള്ള ഇതാണ് ഞാൻ ഇവിടെ ഈ ഒരു ദൈവത്തെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത്. എല്ലാ മതവിഭാഗങ്ങൾക്കും നക്ഷത്രങ്ങളും രാശികളുമൊക്കെ ഒന്ന് തന്നെയാണ്. അവരവരുടെ മതവിഭാഗങ്ങൾ എന്തു പറയുന്നുവോ അതിനനുസരിച്ച് പ്രാർത്ഥിക്കുക. എന്നാൽ രാശി വച്ചാൽ
നടക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. ലഗ്നവശാൽ ചിലർക്ക് മാറ്റം ഉണ്ടാവും എന്നു മാത്രം. ശുഭം.